മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 23 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരങ്ങൾ ഇപ്പോൾ റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നത് ആരെല്ലാം എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ശാസ്ത്രിമാരും പരീശന്മാരുമാണ്. മത്തായി 23 അധ്യായം അതിന്റെ 2ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മാംസം, ചവർ എന്നീ പദങ്ങളുടെ അർത്ഥങ്ങൾ ചേർന്ന് വരുന്ന ഒരു സസ്യം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ചതകുപ്പ എന്നുള്ളതാണ് കേട്ടോ. മത്തായി 23 അധ്യായം അതിന്റെ 23ാമത്തെ വാക്യത്തിൽ തന്നെയാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 അക്ഷരമുള്ള ഒരു പാത്രം, നടുവിലെ അക്ഷരം മാറ്റിയാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആയുധം എന്താണത് എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഉരുളിയാണ്. ലേവ്യ 2 അധ്യായം 7ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആയുധം എന്നുള്ളത് ഉളിയാണ്. യെശയ്യാവ് 44:12 നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് റെഫറൻസ് ആണ്. ബൈബിൾ അല്ലാതെ വായിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് ഉരുളിയാണ് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ ആദ്യം കാണുന്ന പക്ഷി ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം കുറുപ്രാവാണ് കേട്ടോ. ലേവ്യ 1:14 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇരട്ടയായി ഉണ്ടാക്കിയത് എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം പതക്കം ആണ്. പുറപ്പാട് 39 അധ്യായം അതിന്റെ 9ാമത്തെ വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം തെറ്റിപ്പോയും വിഷമിക്കേണ്ട, അടുത്ത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം 3 അധ്യായം മുതൽ 6 അധ്യായം വരെയാണ്. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളും. നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.